എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ദിസ് ഇസ് ഷാദിയ അഫ്സൽ. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടാതെ ആ ബെല്ലൈക്കണിലെ ഓൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യുക. ക്ലാസ് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. ആർക്കെങ്കിലും കഴിഞ്ഞ പാഠഭാഗങ്ങളുടെ ക്ലാസ്സുകൾ ആവശ്യമുണ്ടെങ്കിൽ ആ വീഡിയോയുടെ ലിങ്കുകൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഹലോ കുട്ടികളെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ബാലലീല എന്ന കവിതാ പാഠഭാഗത്തിലെ ഓരോ വരികളുടെയും അർത്ഥവും ആശയവുമാണ്. ശൈശവ കൗതുകം ബാല്യത്തിലേക്ക് വഴിമാറുന്നതിനെ ലളിതവും പരിചിതവുമായി അവതരിപ്പിക്കുകയാണ് ബാലലീല എന്ന കവിതയിലൂടെ ബാലാമണിയമ്മ. മാതൃത്വത്തിൻ്റെ ഭാവങ്ങൾ ലളിതമായി അവതരിപ്പിച്ച കവിയത്രിയാണ് ബാലാമണിയമ്മ. ഇനി നമുക്ക് കവിതയിലെ ഓരോ വരികളുടെയും അർത്ഥവും ആശയവും നോക്കാം. പമ്പരം പാവയും പോരാതായി തെല്ലു മിങ്ങമ്പരപ്പേകാതായോലപ്പാമ്പും അമ്മതൻ പൂഞ്ചേല തുമ്മിനി കൈവിട്ടു നമ്മൾക്കെൻ തോഴരെ പോയി കളിക്കാം. എന്താണ് ഈ വരികളിൽ പറയുന്നത്? പമ്പരവും പാവയും പോരാതെ ഓലപ്പാമ്പിനെ കണ്ട് അമ്പരപ്പോ ആകാംക്ഷയോ ഇല്ലാതെ അമ്മയുടെ പൂഞ്ചേലത്തുമ്പിൽ നിന്ന് കൈവിട്ടിട്ട് കൂട്ടരെ നമുക്ക് പോയി കളിക്കാം. ഇനി അടുത്ത വരികൾ നോക്കൂ. ചീറുന്നു കാറ്റടിഞ്ഞേറുന്നു കാറുകൾ ചാറുന്നു പെയ്യുന്നു കാലവർഷം. ഈ വരികളിൽ എന്താണ് പറയുന്നതെന്ന് നോക്കാം. കാലവർഷത്തിൻ്റെ വരവാണ്. കാറ്റ് മഴക്കാറിൽ ആഞ്ഞടിച്ച് ചീറുന്നു. മഴച്ചാറൽ തുടങ്ങിയിരിക്കുന്നു. ഒന്നും കൂടി പറയാം. കാലവർഷത്തിൻ്റെ വരവാണ്. കാറ്റ് മഴക്കാറിൽ ആഞ്ഞടിച്ച് ചീറുന്നു. മഴച്ചാറൽ തുടങ്ങിയിരിക്കുന്നു. ഇനി അടുത്ത വരികൾ നോക്കൂ. മഴ വെള്ളത്തിൽ പുൽകളാൽ നിർമ്മിച്ച നമ്മൾ തൻ വഞ്ചികൾ ചാഞ്ചാടട്ടെ. ഒപ്പമീ നീർക്കുത്തിലോടിയും വേണ്ടുപേർ തൊച്ചയിട്ടാവൂ നാം വീണ്ടും വീണ്ടും. എന്താണ് ഈ വരികളിൽ പറയുന്നത്? ഈ മഴവെള്ളത്തിൽ നമ്മൾ പുല്ലുകൾ കൂട്ടിക്കെട്ടിയുണ്ടാക്കിയ നമ്മുടെ വഞ്ചികൾ ഇറക്കി അവ ചാഞ്ചാടുന്നത് കാണാം. അതോടൊപ്പം തന്നെ ഈ മഴവെള്ളം കുത്തിയൊലിക്കുന്നിടത്ത് ഓടിയും ചാടിയും വീണും നമുക്ക് ഒച്ചയിട്ടാർത്ത് വിളിക്കും. ഒന്നും കൂടി പറയാം. ഈ മഴവെള്ളത്തിൽ നമ്മൾ പുല്ലുകൾ കൂട്ടിക്കെട്ടിയുണ്ടാക്കിയ നമ്മുടെ വഞ്ചികൾ ഇറക്കി അവ ചാഞ്ചാടുന്നത് കാണാം. അതോടൊപ്പം തന്നെ ഈ മഴവെള്ളം കുത്തിയൊലിക്കുന്നിടത്ത് ഓടിയും ചാടിയും വീണും നമുക്ക് ഒച്ചയിട്ടാർത്ത് വിളിക്കും. ഇക്കൊടുങ്കാറ്റൊലി നമ്മൾ തന്നാർപ്പാല നുൽക്കടമാവുന്നതാരറിയും. ഓതുന്നു വൃദ്ധമാർ ചേറ്റിൽ കളിക്കായ്വിൻ പൈതങ്ങൾ അർത്ഥമില്ല മൊഴിയിൽ. ഒന്നും കൂടി പറയാം. ഈ കൊടുങ്കാറ്റിൻ്റെ ഒച്ച നമ്മുടെ വലിയ ശബ്ദത്താലാണ് ഉയർന്നതെന്നാരറിയും? അപ്പോൾ ചേറ്റിൽ കളിക്കരുതെന്ന് വൃദ്ധന്മാർ പറയും. എന്നാൽ ആ പറച്ചിലിൽ അർത്ഥമില്ല. അടുത്ത വരികൾ നോക്കൂ. ഇച്ചയാ നമ്മൾക്ക് കൂത്താടാനല്ലെങ്കിൽ ഇച്ചളിയുണ്ടായതെന്തിനാവോ.
നാമലർച്ചാർത്തറുത്തന്യോന്യമർപ്പിച്ചു മാമരമേറുന്നു കൂസലന്യേ. ഈ വരികളിൽ എന്താണ് പറയുന്നതെന്ന് നോക്കാം. നമ്മുടെ ഇഷ്ടമനുസരിച്ച് കൂത്താടാനല്ലെങ്കിൽ ഈ ചെളിയുണ്ടായതെന്തിനാണ്? നാം പൂങ്കുല അറുത്തെടുത്ത് പരസ്പരം അർപ്പിച്ച് കളിക്കുകയാണ്. യാതൊരു കൂസലുമില്ലാതെ മരത്തിൽ കയറുന്നു. ഒന്നും കൂടി പറയാം. നമ്മുടെ ഇഷ്ടമനുസരിച്ച് കൂത്താടാനല്ലെങ്കിൽ ഈ ചെളിയുണ്ടായതെന്തിനാണ്? നാം പൂങ്കുല അറുത്തെടുത്ത് പരസ്പരം അർപ്പിച്ച് കളിക്കുകയാണ്. യാതൊരു കൂസലുമില്ലാതെ മരത്തിൽ കയറുന്നു. മാമ്പഴമെന്നോണം പൂത്തിലഞ്ഞിക്കായും മാധുര്യമുള്ളൊന്നേ നാം പറിച്ചാൽ. ഈ വരികളിൽ എന്താണ് പറയുന്നതെന്ന് നോക്കാം. മാമ്പഴം എന്ന പോലെ പുത്തിലഞ്ഞിക്കായും നാം പറിച്ചാൽ മാധുര്യമുള്ളതാകും. ഒന്നും കൂടി പറയാം. മാമ്പഴം എന്ന പോലെ പുത്തിലഞ്ഞിക്കായും നാം പറിച്ചാൽ മാധുര്യമുള്ളതാകും. എല്ലാവർക്കും ക്ലാസ് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടാതെ ആ ബെല്ലൈക്കണിലെ ഓൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യുക. ക്ലാസ് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. താങ്ക് യു.